ജെറമ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന 52-ാം അധ്യായം 1 മുതൽ 34 വരെയുള്ള തിരുവചനങ്ങൾ. ജെറുസലേമിന്റെ നാശം. രാജാവായപ്പോൾ സെദെക്കിയായ്ക്ക് 21 വയസ്സുണ്ടായിരുന്നു. അവൻ ജെറുസലേമിൽ 11 വർഷം ഭരിച്ചു. ലിബ്നായിലെ ജെറമ്യായുടെ പുത്രി ഹാമുത്താൽ ആയിരുന്നു അവന്റെ മാതാവ്. യെഹോയാക്കീമിനെ പോലെ അവനും കർത്താവിന്റെ മുൻപിൽ തിന്മ ചെയ്തു. കർത്താവിന്റെ കോപം ജെറുസലേമിന്റെയും യൂദായുടെയും മേൽ നിപതിച്ചു. അവിടുന്ന് അവരെ തന്റെ സന്നിധിയിൽ നിന്ന് നിഷ്കാസനം ചെയ്തു. സെദെക്കിയ ബാബിലോൺ രാജാവിനോട് കലഹിച്ചു. സെദെക്കിയായുടെ 9-ാം ഭരണവർഷം 10-ാം മാസം 10-ാം ദിവസം ബാബിലോൺ രാജാവായ നബൂഖദ്നേസർ സൈന്യസമേതം ജെറുസലേമിനെതിരെ വന്ന് അതിനെ ആക്രമിക്കുകയും ചുറ്റും ഉപരോധം ഏർപ്പെടുകയും ചെയ്തു. അവന്റെ 11-ാം ഭരണവർഷം വരെ ആ ഉപരോധം തുടർന്നു. 4-ാം മാസം 9-ാം ദിവസം നാട്ടിൽ ഭക്ഷണം തീർന്ന് ക്ഷാമം രൂക്ഷമായിരിക്കെ അവർ നഗരഭിത്തിയിൽ വിടവുണ്ടാക്കി. കൽദായർ നഗരം വളഞ്ഞിരിക്കുന്നു. സെദെക്കിയ പടയാളികളോടുകൂടെ രാത്രിയിൽ രാജകീയോദ്യാനത്തിനടുത്ത് ഇരുമതിലുകൾക്കിടയിലുള്ള കവാടത്തിലൂടെ പുറത്തു കടന്ന് അരാബയിലേക്ക് ഓടി. എന്നാൽ കൽദായ് സൈന്യം സെദെക്കിയ രാജാവിനെ പിന്തുടർന്ന് ചെന്ന് ജെറീക്കോ സമതലത്തിൽ വെച്ച് പിടികൂടി. അവന്റെ സൈന്യം ചിതറിപ്പോയി. അവർ രാജാവിനെ സംബന്ധിച്ച് ഹമാത്തിലെ റിബ്ലായിൽ ബാബിലോൺ രാജാവിന്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ സെദെക്കിയായുടെ മേൽ വിധി പ്രസ്താവിച്ചു. ബാബിലോൺ രാജാവ് സെദെക്കിയായുടെ പുത്രന്മാരെ അവന്റെ മുൻപിൽ വെച്ച് കൊന്നു. യൂദായിലെ പ്രഭുക്കന്മാരെയും റിബ്ലയിൽ വെച്ച് വധിച്ചു. അവൻ സെദെക്കിയായുടെ കണ്ണുകൾ ചുഴന്നെടുത്ത് അവനെ ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ച് ബാബിലോണിലേക്ക് കൊണ്ടുപോയി മരണം വരെ കാരാഗൃഹത്തിൽ അടയ്ക്കുകയും ചെയ്തു. ദേവാലയം അഗ്നിക്കിരയാകുന്നു. 5-ാം മാസം 10-ാം ദിവസം ബാബിലോൺ രാജാവായ നബൂഖദ്നേസറിന്റെ 19-ാം ഭരണവർഷം നബൂഖദ്നേസറിന്റെ അംഗരക്ഷകനായ പ്രധാനിയായ നെബൂസരദോൻ ജെറുസലേമിൽ പ്രവേശിച്ചു. അവൻ കർത്താവിന്റെ ആലയവും രാജകൊട്ടാരവും മറ്റ് മാളികകളും അഗ്നിക്കിരയാക്കി. അവനോടൊപ്പം ഉണ്ടായിരുന്ന കൽദായ സൈന്യം ജെറുസലേമിന് ചുറ്റുമുള്ള മതിലുകൾ തകർത്തു. ശില്പികളെയും ബാബിലോൺ രാജാവിന്റെ പക്ഷം ചേർന്നവരെയും നഗരത്തിൽ അവശേഷിച്ചവരെയും നെബൂസരദാൻ പിടിച്ചുകൊണ്ടുപോയി. അതിദരിദ്രരായ ചിലരെ മുന്തിരിത്തോപ്പ് സൂക്ഷിപ്പുകാരായും അവിടെ തന്നെ നിയമിച്ചു. കൽദായർ കർത്താവിന്റെ ഭവനത്തിലെ ഓട്ടുതൂണുകളും ഓടുകൊണ്ടുള്ള ജലസംഭരണികളും ഉടച്ച കഷ്ണങ്ങളാക്കി ബാബിലോണിലേക്ക് കൊണ്ടുപോയി. കൂടങ്ങൾ, കോരികകൾ, തിരിയണയ്ക്കാനുള്ള കത്രികകൾ, ചഷകങ്ങൾ, ധൂപകലശങ്ങൾ, ദേവാലയ ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കുന്ന ഇതര ഓട്ടുപാത്രങ്ങൾ ഇവയെല്ലാം അവർ കൈക്കലാക്കി. കൂടാതെ സ്വർണമോ വെള്ളിയോ കൊണ്ടുള്ള നിർമ്മിച്ച കോപ്പകൾ, വരചട്ടികൾ, തളികകൾ, കലശങ്ങൾ, വിളക്കുകാലുകൾ, ധൂപപാത്രങ്ങൾ, ക്ഷാളനപാത്രങ്ങൾ ഇവയും നെബൂസരദാൻ കൊള്ളയടിച്ചു. സോളമൻ രാജാവ് കർത്താവിന്റെ ആലയത്തിനു വേണ്ടി നിർമ്മിച്ച തൂണുകളുടെയും ജലസംഭരണികളുടെയും അതിനിടയിലുണ്ടായിരുന്ന 12 കാളകളുടെയും പീഠങ്ങളുടെയും ഓടിന്റെ തൂക്കം തിട്ടപ്പെടുത്തുക അസാധ്യം. തൂണുകളുടെ ഉയരം 18 മുഴവും ചുറ്റളവ് 12 മുഴവുമായിരുന്നു. 4 വിരൽ കനത്തിൽ അകം പൊള്ളയായിട്ടാണ് അവ പണിതിരുന്നത്. അവയ്ക്ക് ഓടുകൊണ്ടുള്ള മകുടങ്ങൾ ഉണ്ടായിരുന്നു. മകുടത്തിന്റെ ഉയരം 5 മുഴം, ചുറ്റും ഓടുകൊണ്ട് വല പോലെ നിർമ്മിച്ച ചട്ടക്കൂടും മാതളപ്പഴങ്ങളും അതിലുണ്ടായിരുന്നു. 2 തൂണുകളും ഒന്നുപോലെ ആയിരുന്നു. മകുടത്തിന്റെ വശങ്ങളിൽ 90 മാതളപ്പഴങ്ങൾ കാണാമായിരുന്നു. ചട്ടക്കൂട്ടിൽ ആകെ 100 മാതളപ്പഴങ്ങളാണ് ഉണ്ടായിരുന്നത്. ജനം പ്രവാസത്തിലേക്ക്. പുരോഹിതൻ സെരായിയെയും സഹപുരോഹിതൻ സെഫായിയെയും 3 വാതിൽ കാവൽക്കാരെയും നഗരത്തിൽ നിന്ന് ഒരു സേനാപതിയെയും രാജാവിന്റെ ഉപദേഷ്ടാവായി നഗരത്തിൽ കണ്ട 7 പേരെയും സൈന്യത്തിൽ ആളെടുക്കുന്ന സൈന്യാധിപന്റെ കാര്യദർശിയെയും ജനത്തിൽ നിന്ന് പട്ടണത്തിൽ
കണ്ട 60 പേരെയും കാവൽ പടനായകൻ ബന്ധനസ്ഥനാക്കി. സേനാനായകനായ നെബൂസരദാൻ അവരെ റിബ്ലായിൽ ബാബിലോൺ രാജാവിന്റെ അടുത്ത് കൊണ്ടുവന്നു. അവിടെ വെച്ച് രാജാവ് അവരെ വധിച്ചു. അങ്ങനെ യൂദ സ്വന്തം നാട്ടിൽ നിഷ്കാസിതനായി. നബൂഖദ്നേസർ അടിമകളായി പിടിച്ചുകൊണ്ടുവന്നവരുടെ എണ്ണം ഇതാണ്. അവന്റെ 7-ാം ഭരണവർഷം 3023 യഹൂദർ, 18-ാം ഭരണവർഷം 832 പേർ, 23-ാം ഭരണവർഷം നെബൂസരദാൻ പിടിച്ചുകൊണ്ടുപോയ 745 യഹൂദർ, ആകെ 4600 പേർ. എവിൽമറോദാക്ക് ബാബിലോണിന്റെ ഭരണമേറ്റ വർഷം യഹൂദ രാജാവായ യഹോയാക്കിനെ കാരാഗ്രഹത്തിൽ നിന്ന് മോചിപ്പിച്ചു. അവന്റെ കാരാഗ്രഹവാസത്തിന്റെ 37-ാം വർഷം 12-ാം മാസം 25-ാം ദിവസമായിരുന്നു അത്. അവൻ യഹോയാക്കീനോട് സൗഹാർദ്ദപൂർവം സംസാരിക്കുകയും ബാബിലോണിൽ അവനോടൊപ്പമുള്ള രാജാക്കന്മാരെക്കാൾ ഉയർന്ന സ്ഥാനം നൽകുകയും ചെയ്തു. യഹോയാക്കീൻ കാരാഗ്രഹ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു. എല്ലാ ദിവസവും അവൻ രാജാവിനോടൊത്ത് ഭക്ഷണം കഴിച്ചു. അവന്റെ അനുദിനാവശ്യങ്ങൾ മരണം വരെ രാജാവ് നിർവഹിച്ചു പോന്നു.